കഥ പറയൂ, കഥ പറയൂ, കഥ പറയൂ, കഥ 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 കഥയല്ല കഥകൾ. നമസ്കാരം കുട്ടികളെ. ലക്ഷ്യബോധവും ശുഭചിന്തയും ഒരാളുടെ യാത്രയെ എത്രത്തോളം ലളിതമാക്കും എന്ന് സൂചിപ്പിക്കുന്ന ഒരു കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. പണ്ട് പണ്ട് ഒരു രാജ്യം, പ്രകൃതി ഭംഗിയാൽ സമൃദ്ധമായിട്ടുള്ള രാജ്യം, സമാധാനപ്രിയരായിട്ടുള്ള ജനങ്ങൾ, അതിനൊത്ത ഭരണാധികാരി, വളരെ നല്ലവനായിട്ടുള്ള ധർമ്മിഷ്ഠനായിട്ടുള്ള ഭരണാധികാരി. എല്ലാവരും വളരെ സുഖത്തിലും സന്തോഷത്തിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയം. പെട്ടെന്നൊരു ദിവസം അവർക്കൊരു അറിവ് കിട്ടി. അയൽ രാജ്യത്ത് ശക്തനായിട്ടുള്ള ഒരു രാജാവ് തങ്ങളെ ആക്രമിക്കാനായിട്ട് തന്റെ സൈന്യത്തിനെ അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുന്നു. രാജ്യം അപകടത്തിലാണ്. വിവരമറിഞ്ഞതും രാജാവ് ഉടനെ തന്നെ തന്റെ ഏറ്റവും മികച്ച സൈനികര്, സൈന്യ തലവന്മാര്, മന്ത്രിമാര്, ഗുരുക്കന്മാര്, ഉപദേഷ്ടാക്കള്, അങ്ങനെ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു യോഗം ചേർന്നു. ഈ അവസ്ഥയിൽ നമ്മൾ എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം, ഏത് രീതിയിൽ അവരെ പ്രതിരോധിക്കണം, നമ്മുടെ രാജ്യത്തിനെ ഏത് രീതിയിൽ സംരക്ഷിക്കണം, ആയതിലേക്ക് എന്തെല്ലാം ചെയ്യണം തുടങ്ങി എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെ അവര് ചർച്ച ചെയ്തു. അപ്പൊ രാജാവ് പറഞ്ഞു, നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയിൽ ആ വലിയ മലനിരകൾ ഉള്ള ആ ഒരു ഭാഗം, അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ശത്രുക്കൾ വരാൻ സാധ്യത കൂടുതലുള്ള പ്രദേശമാണ്. എത്രയും പെട്ടെന്ന് ആ മല കയറി മറുഭാഗത്തെത്തി പ്രതിരോധം തീർക്കണം. രാജ്യം നിങ്ങളുടെ കൈകളിലാണ്. എല്ലാവരും അംഗീകരിച്ചു. ഉടനെ തന്നെ യാത്രയ്ക്കുള്ള പുറപ്പാടുകൾ തുടങ്ങി. സൈന്യത്തിന് വേഗം സംഘങ്ങളായിട്ട് തിരിച്ചു. പല ഭാഗങ്ങളിലേക്ക് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. അവർക്ക് അങ്ങോട്ട് പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി. അങ്ങനെ സൈനികര് യാത്ര തിരിച്ചു. ഇതില് ആ വലിയ മലനിരകൾ കടന്നു പോകേണ്ട ആ ഭാഗത്തേക്ക് പോകുന്ന സംഘം, അവർ കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴേക്കും കാണുന്നത് എന്താണെന്നറിയാമോ? വലിയൊരു മല, ആകാശത്തോളം ഉയരമുള്ള ഭീമാകാരമായിട്ടുള്ളൊരു മല, പാറക്കെട്ടുകള് നിറഞ്ഞ വഴി, മുള്ളുകൾ നിറഞ്ഞ കുറ്റിക്കാടുകള്, വെയിലാണെങ്കിൽ തലയ്ക്ക് മുകളിൽ നിന്നിട്ടാ കത്തുന്നത്. കയ്യും വീശിട്ടല്ല പോണത് അല്ലേ? ഒരു യുദ്ധത്തിനായിട്ട് പോകുമ്പോൾ അതിന് വേണ്ട സാധനങ്ങളും സാമഗ്രികളും അതുപോലെ ഭക്ഷണ സാധനങ്ങൾ, അങ്ങനെ പല സംഭവങ്ങളും വേണം. ഇതെല്ലാം ഇവരുടെ കയ്യിലുണ്ട്. ഭാരമേറിയിട്ടുള്ള ഇരുമ്പ് കവചങ്ങളും വാളുകളും അങ്ങനെ എല്ലാം. ഇപ്പോ നല്ല വെയിലാണല്ലോ, പോരാത്തതിന് കുത്തനെയുള്ള കയറ്റും. കുറച്ചങ്ങട് കഴിഞ്ഞപ്പോഴേക്കും അവര് ശരിക്കും തളർന്നു തുടങ്ങി. കിതച്ച് ശ്വാസം മുട്ടി തുടങ്ങിയവർക്ക്. കുറേ അങ്ങോട്ട് നടന്നപ്പോഴേക്കും പലരും തളർന്ന് ഇരിക്കാൻ തുടങ്ങി. അവിടെ ഇവിടെയായിട്ട് ഇരിക്കാൻ തുടങ്ങി. പിന്നെയും കുറച്ചു പേര് കുറച്ചു ദൂരം കൂടി നടന്നു. കിതച്ചു, രക്ഷയില്ല. എന്തൊരു വലിയ മലയത് എന്നും പറഞ്ഞു ഒരാൾ അവിടെ താഴെ ഇരുന്നു. എന്റെ കാലൊക്കെ വേദനിച്ചിട്ട് വയ്യ, ഭാരം താങ്ങാനും വയ്യ എന്ന് പറഞ്ഞു വേറൊരാൾ. എല്ലാവരുടെയും മുഖത്ത് ദേഷ്യവും വിഷമവും തളർച്ചയും ഒക്കെ ഉണ്ട്. ഓരോരുത്തരായിട്ട് അവിടെ അങ്ങനെ പലയിടത്തായിട്ട് ഇരിക്കാൻ തുടങ്ങി. ഇനി ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. എനിക്ക് തോന്നണില്ല ഈ മല കടന്ന് നമുക്കപ്പുറത്തേക്ക് എത്താൻ പറ്റുന്നു. അതുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇനി കയറണോ എന്നൊക്കെയാണ് വേറെ ആളിരുന്ന് പറയുന്നത്. ഓരോരുത്തരായിട്ട് അവിടെ അങ്ങനെ പരാതിയും സങ്കടവും നിരാശയും ഒക്കെ പറഞ്ഞും ഒക്കെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരൊരു മൂളിപ്പാട്ട് കേട്ടു. നോക്കിയപ്പോ ഒരാള്
ഒരു സൈനികൻ മാത്രം ഒരു പ്രശ്നവുമില്ല, ഒരു മൂളിപ്പാട്ടൊക്കെ പാടി വളരെ ആസ്വദിച്ചങ്ങനെ നടക്കുന്നുണ്ട്. ഒരു ക്ഷീണോ തളർച്ചയോ നിരാശയോ ഒന്നുമില്ല. വെയർത്തൊഴുകുണ്ട് കേട്ടോ, വെയിലൊക്കെ അല്ലേ, ഭാരമൊക്കെ ഉണ്ട് കയ്യില്, വെയർത്തൊഴുകുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു വിഷമവും ആശാനില്ല. ഇടയ്ക്ക് ആകാശത്തേക്കൊക്കെ നോക്കും, പിന്നെയും ആവേശത്തോടുകൂടി നടക്കും. ഇങ്ങനെയൊക്കെ കണ്ടപ്പോ ഇവർക്ക് വളരെ അതിശയം തോന്നി. ഹേയ്, എന്തപ്പോ കഥ! അവര് വേഗം വിളിച്ചു, ഏയ് കൂട്ടുകാരാ, ഒന്ന് നിൽക്കൂ. ഞങ്ങളെല്ലാവരും തളർന്ന അവശ നിലയായിട്ട് അവിടെ ഇരിക്കുന്നത്. താങ്കൾക്ക് മാത്രം ഒരു കുഴപ്പവും കാണില്ലല്ലോ, കാലുകൾക്കൊന്നും വേദനയൊന്നും ഇല്ലേ? എങ്ങനെയാ ഇത്രയും ഊർജം കിട്ടണത് എന്ന് ചോദിക്കുക. അപ്പൊ ഇത് കേട്ടപ്പോ ആ സൈനികൻ അവിടെ നിന്നു, എല്ലാവരെയും ഒന്ന് നോക്കി, ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, കൂട്ടുകാരെ, നിങ്ങളും ഞാനും ഒരേ മലയാണ് കയറുന്നത്. പക്ഷെ നമ്മൾ കാണുന്ന കാഴ്ചകള് വ്യത്യസ്തമാണ്. നിങ്ങൾ നോക്കുന്നത് നിങ്ങളുടെ കാലിലെ മുറിവുകളിലേക്കും മുമ്പിലുള്ള കുത്തനെയുള്ള കയറ്റത്തിലേക്കുമാണ്. അതുകൊണ്ട് എന്താ, നിങ്ങൾക്ക് ഓരോ നിമിഷവും വേദനിക്കുന്നു, നിരാശ വരുന്നു. എന്നാൽ ഞാൻ സങ്കല്പിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ ഈ മലയുടെ മുകളിൽ എത്തിയ ശേഷം എന്താണ് കാണുന്നുണ്ടാവുക എന്നുള്ളതാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടാവും. അവിടുന്ന് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ രാജ്യം എത്ര സുന്ദരമായിട്ടായിരിക്കും കാണുക എന്നാലോചിക്കുകയാണ്. ഇതിനേക്കാളൊക്കെ പ്രധാനമായിട്ട് നമ്മൾ ഈ മലയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ താഴത്തേക്ക് ഇറങ്ങാൻ എന്ത് സുഖമായിരിക്കും അല്ലേ? ഓടി ഇറങ്ങുമ്പോൾ തന്നെ കിട്ടുന്ന ആ കാറ്റും വേഗതയും ഒക്കെ ഞാനിപ്പോ മനസ്സിൽ കാണുക. ആ ഇറക്കത്തിന്റെ സുഖം ഓർത്തപ്പോൾ എനിക്ക് ഈ കയറ്റം ഒരു ബുദ്ധിമുട്ടും തോന്നണില്ല. എത്രയും പെട്ടെന്ന് മുകളിൽ എത്തണം, എന്നിട്ട് അതിനുശേഷമുള്ള യാത്ര ആസ്വദിക്കണം എന്നാണ് എൻ്റെ ചിന്ത. ലക്ഷ്യം മുമ്പിലുണ്ടെങ്കിൽ വഴിയിലെ തടസ്സങ്ങൾ നമുക്ക് പ്രശ്നമാവില്ല. ഇത്രയും കേട്ടപ്പോ മറ്റുള്ള സൈനികർക്കും അത് ശരിയാണല്ലോ, ആ കയറ്റം കയറുന്ന വരെയുള്ള ഒരു ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞ പിന്നെ സുഖായിരിക്കും. എല്ലാവരുടെയും തളർച്ചയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് മാറി, ചാടി എണീറ്റു ഉഷാറായി. എല്ലാവരും ആ സൈനികനെ പോലെ ചിന്തിക്കാൻ തുടങ്ങി. വളരെ ആവേശത്തോടു കൂടിയിട്ട് തന്നെ എല്ലാവരും മുകളിലേക്ക് കയറി അവിടെ നിന്ന് അല്പനേരം ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ചതിന് ശേഷം താഴേക്ക് വളരെ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തന്നെ ഇറങ്ങി. ശത്രുവിന്റെ സൈന്യം എത്തുന്നതിന് മുമ്പ് തന്നെ അവരെല്ലാം അവരുടെ സ്ഥാനങ്ങളിലെത്തി. അതിനുശേഷം ഗംഭീരമായിട്ടുള്ളൊരു യുദ്ധം തന്നെ നടന്നു. ശത്രുക്കളെ തോൽപ്പിച്ച് സ്വന്തം രാജ്യത്തിനെ അവര് സംരക്ഷിച്ചു എന്നാണ് കഥ. കുട്ടികളെ, നമ്മുടെ ജീവിതത്തിലും പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ പരീക്ഷയൊക്കെ എഴുതുകയാണ് അല്ലേ? പരീക്ഷയുടെ സമയമായി. ഈ പരീക്ഷയുടെ സമയത്ത് പഠിക്കുമ്പോൾ അയ്യോ എന്തൊരു ബുദ്ധിമുട്ടാ, എനിക്കിതൊന്നും പഠിക്കാൻ വയ്യേ എന്നൊക്കെ തോന്നും. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാലോ, നമ്മൾ ഈ കഷ്ടപ്പെടുന്നതിൻ്റെയൊക്കെ ഫലം പിന്നീട് നമുക്ക് കിട്ടും. അപ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷത്തിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇതൊരു കഷ്ടപ്പാടാണോ? അല്ല, അല്ലേ? അപ്പോ നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളെയും നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു. സാഹചര്യങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റില്ല, പരീക്ഷയെ നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ അതിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം വളരെ എളുപ്പമുള്ളതായിട്ട് മാറും. മന ഏവ ജഗത് സർവം യഥാദൃഷ്ടി തഥാ സൃഷ്ടി. മനസ്സിന്റെ കാഴ്ചപ്പാടും ചിന്താഗതിയുമാണ് ചുറ്റുമുള്ള ലോകത്തെയും സാഹചര്യങ്ങളെയും നിർണയിക്കുന്നത്. ഇത് സൂചിപ്പിക്കാനാണ് ഈ കഥ ഇവിടെ പറഞ്ഞത്. എല്ലാ കുട്ടികൾക്കും സസ്നേഹ നമസ്കാരം.